ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ ലാബിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണിനെയൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അതായത് ഫില്ലിംഗ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫില്ലിംഗ് ടെസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ രണ്ട് സൊല്യൂഷൻ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫില്ലിംഗ് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്. അതായത് സൊല്യൂഷൻ എ ഉണ്ട്, അതുപോലെ സൊല്യൂഷൻ ബി ഉണ്ട്. ഓക്കെ, സോ സൊല്യൂഷൻ എ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു നീല കളർ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അതെന്താണെന്ന് ചോദിച്ചാൽ ആക്ച്വലി ഇത് 6.9 ഗ്രാം കോപ്പർ സൾഫേറ്റ് ഡിസോൾവ് ഇൻ 100 ml ഓഫ് വാട്ടർ. അതുകൊണ്ടാണ് ആ ഒരു ബ്ലൂ കളർ വരുന്നത്. അതുപോലെ സൊല്യൂഷൻ ബി എന്ന് പറയുമ്പോൾ 30 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡും അതുപോലെ 32 ഗ്രാം സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റും രണ്ടും 30 ml വാട്ടറിൽ മിക്സ് ചെയ്തു, ഡിസോൾവ് ചെയ്തു. എന്നിട്ട് രണ്ടും കൂടെ ഡൈല്യൂട്ട് ചെയ്തു 100 ml വെച്ച്. ഇതാണ് ബേസിക്കലി നിങ്ങൾ കാണുന്ന സൊല്യൂഷൻ എയും അതുപോലെ സൊല്യൂഷൻ ബിയും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സൊല്യൂഷൻ ബിക്കകത്ത് നമ്മൾ സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റ് യൂസ് ചെയ്യുന്നത്. സോ സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റിൻ്റെ ഒരു ഇതെന്താണ് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ കോപ്പർ ഹൈഡ്രോക്സൈഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ഒരു ചാൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റ് യൂസ് ചെയ്യുന്നത്. സോ ആൽഡിഹൈഡിലാണ് കീറ്റോണിക് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ പറഞ്ഞു. സോ ആൽഡിഹൈഡ്സ് ആണെങ്കിൽ ഒരു നമ്മുടെ റെഡ് കളറാണ് വരുന്നത്. സോ റെഡ് കളർ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു കോപ്പർ 1 ഓക്സൈഡ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ റെഡ് കളർ ഫോം ചെയ്യുന്നത്. അതുപോലെ കീറ്റോൺസ് എല്ലാം തരത്തില്ല, പക്ഷേ ആൽഫ ഹൈഡ്രോക്സി കീറ്റോൺസ് ആണ് ഇത് തരുന്നത്. സോ ഇത്രയായിരുന്നു വീഡിയോ.